മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മഹാനടൻ മമ്മൂട്ടി ഷൂട്ടിംഗ് സെറ്റിൽ തിരിച്ചെത്തി. മഹേഷ് നാരായൺ ചിത്രം പാട്രിയറ്റിന്റെ ഹൈദരാബാദിലെ ഷൂട്ടിംഗ് സെറ്റിലാണ് മാസ് ലുക്കിൽ മമ്മൂട്ടി എത്തിയത്. എല്ലാവരോടും നന്ദിയെന്നും സ്നേഹമെന്നും മമ്മൂട്ടി പറഞ്ഞു. കേൾക്കാം. പ്രാർത്ഥനകൾക്കെല്ലാം ഫലം കണ്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എത്ര സ്നേഹത്തിൻ്റെ പ്രാർത്ഥനകളല്ലേ, അത് ഫലം കിട്ടുമെന്ന് തന്നെയാണ് എനിക്കത്. സന്തോഷം എല്ലാവർക്കും. നന്ദി ഓർത്തവർക്കും സ്നേഹിച്ചവർക്കും. ഷൂട്ടിംഗ് സെറ്റിൽ മടങ്ങിയെത്തിയ മമ്മൂട്ടി ഡബിൾ എനർജിയിലാണെന്ന് നിർമ്മാതാവ് ആൻഡ്രൂ ജോസഫും മമ്മൂട്ടിയുടെ വരവിൽ അതിയായ സന്തോഷമെന്ന് സംവിധായകൻ മഹേഷ് നാരായണും പറഞ്ഞു. ഒരുപാട് സന്തോഷം. എന്താ പറയുന്നത്, ഇനിയിപ്പം അദ്ദേഹത്തിൻ്റെ വർക്കുകളാണ്, ജോലികളാണ്. ഷൂട്ടിംഗ് എന്തായാലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഒരു 45-50 ദിവസത്തോളം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം കുറച്ച് ബ്രേക്ക് എടുത്തു. ഇവിടെ ഒരു 6 ദിവസം, അത് കഴിഞ്ഞാൽ UK ഷൂട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ ക്രൂ വളരെയേറെ സന്തോഷത്തിലാണ്, വളരെ ഹാപ്പിയാണ്. ഒരു 8 മാസത്തെ ഇടവേള, എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ അടിക്കടി ഓരോ പോസ്റ്റിലും ഇടാറുണ്ട്. നമ്മൾ എവിടെ പോയി നിന്നാലും നമുക്ക് തിരിച്ചു വരും, നമുക്ക് എപ്പോഴാണ് ഷൂട്ടിങ്ങിന് വരുന്നത്, ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ടെന്ന് പറയുന്ന ഒട്ടനേകം ആളുകളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ്. വളരെയേറെ സന്തോഷമുണ്ട്. ഇന്ന് ഐശ്വര്യമായിട്ട് തുടങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന വീണ്ടും പ്രതീക്ഷിക്കുന്നു. ഡബിൾ എനർജിയിലാണ്, പഴയതിലൊക്കെ വേറെ ലെവലിലാണ് വന്നിറങ്ങുക. സന്തോഷം, വളരെ സന്തോഷം. ഞങ്ങളെല്ലാം ഇതിനോട് വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നില്ല ഇത്രയും ദിവസമായിട്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞങ്ങൾ ഡൽഹി ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് പുള്ളിയുടെ ലീവ് എടുത്തായിരുന്നു. നമുക്കും കുറേ കാലമില്ല ഞങ്ങളെ കണ്ടിട്ട്, കാരണം ഞങ്ങൾ ഏകദേശം ഒരു 10 ദിവസം ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരല്ലേ. അതിൻ്റെ ഇടയിൽ നിന്ന് പുള്ളിക്കൊരു ഞങ്ങളെല്ലാം മിസ് ചെയ്തൊരു ഫീൽ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. 100 ദിവസത്തോളം ഞങ്ങൾ ഒരുമിച്ച് പല രാജ്യത്തും പല സ്ഥലത്തും, അസർബൈജാൻ, ദുബായ്, പല രാജ്യങ്ങളും, ഡൽഹി, പല രാജ്യവും പല സ്റ്റേറ്റും ഇങ്ങനെ കറങ്ങി വന്നതല്ലേ. ഹൈദരാബാദിലെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ മുബഷീർ പി അക്ബർ ചേരുകയാണ്. മുബഷീർ, മലയാളം ഇതുപോലൊരു തിരിച്ചുവരവ് ഇതിനു മുൻപ് ആഘോഷിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. കാരണം അത്രത്തോളം വലിയ ആവേശത്തിലാണ് സിനിമാ ലോകമുള്ളത്. ഈ ഒരു ആഘോഷവും ആവേശവും ഒക്കെ ഈ തിരിച്ചുവരവിൽ മലയാളി ഇത്രത്തോളം ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അത് മമ്മൂട്ടി ആയതുകൊണ്ടാണ് എന്ന് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുന്ന തരത്തിലാണ്. മമ്മൂട്ടിയെ ഒരു നോക്ക് കാണുമ്പോൾ തന്നെ അത്രത്തോളം ആവേശം നമുക്കുണ്ടാകുന്നു. ഒരുപാട് പേരുടെ പ്രതികരണങ്ങൾ വരുന്നു. യഥാർത്ഥത്തിൽ ഹൈദരാബാദിലെ ആ ഷൂട്ടിംഗ് സെറ്റിൽ നിൽക്കുമ്പോൾ, മമ്മൂട്ടിയുള്ള ആ മണ്ണിൽ നിൽക്കുമ്പോൾ എന്തൊക്കെ വിവരങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് മുബഷീർ? ഈ ഒരു തിരിച്ചുവരവിനെ എങ്ങനെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്? തീർച്ചയായും റോഷ്നി, ഇവിടെ എത്തിച്ചേർന്ന ഏകദേശം 8 മാസത്തോളം വിശ്രമ ജീവിതത്തിലായിരുന്ന മമ്മൂക്ക വീണ്ടും സിനിമാ സെറ്റിലേക്ക് എത്തിയ സമയത്ത് വളരെ ആവേശത്തോടുകൂടിയായിരുന്നു ഇവിടെയുള്ള സിനിമയുടെ അണിയറ പ്രവർത്തകർ, സംവിധായകനായിട്ടുള്ള മഹേഷ് നാരായണൻ, ബാക്കിയുള്ള നിർമ്മാതാവ് ആൻഡ്രൂ ജോസഫ് ഉൾപ്പെടുന്ന സംഘം മമ്മൂക്കയെ വരവേറ്റിരുന്നത്. മലയാളികൾ നൽകേണ്ട ഒരു വരവേൽപ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ആളുകൾ തന്നെയാണ് ഉണ്ടായിരുന്നെങ്കിലും അവരൊക്കെ തന്നെ നൽകി എന്നുള്ളതാണ്. ഏറെ നേരം ഇവിടെയുള്ള പ്രവർത്തകരുമായിട്ട്, സിനിമാ പ്രവർത്തകർ, സംവിധായകരൊക്കെ തന്നെ സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം കഥാപാത്രത്തിന് വേണ്ടി വസ്ത്രം മാറുന്നതിന് വേണ്ടി തൊട്ടപ്പുറത്തുള്ള കാരവനിലേക്ക് പോയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരാഴ്ചയോളം ഷൂട്ടിംഗ് നീണ്ടു നിൽക്കുന്ന ഈ ഹൈദരാബാദ് നഗരമധ്യത്തിൽ തന്നെയുള്ള ബസ് ഭവൻ എന്ന് പറയുന്ന TSRTCയുടെ ഒരു ആസ്ഥാന കേന്ദ്രം. ഷൂട്ടിങ്ങിന് വേണ്ടി അവർ പ്രത്യേകം സജ്ജമാക്കിയതാണ്. അതിൻ്റെ ഉപകരണങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കും. ആ മേഖലയിലാണ്. അങ്ങോട്ടേക്ക് ഇന്ന് ഏകദേശം 10:30 കൂടിയായിരുന്നു മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ 369 എന്ന് പറയുന്ന ഏത് മലയാളിക്കും കണ്ടാൽ തിരിച്ചറിയുന്ന അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ നമ്പർ, വെൽഫെയർ വാഹനത്തിൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത്. സംവിധായകൻ മഹേഷ് നാരായണനായിരുന്നു അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നത്. അതിനുശേഷം മമ്മൂക്കയുടെ വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റോഷ്നി. അദ്ദേഹം ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച, അദ്ദേഹത്തെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച ആളുകളെയൊക്കെ തന്നെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാവർക്കും നന്ദിയുണ്ട്. നല്ല മനസ്സുള്ളവരുടെ പ്രാർത്ഥന, സ്നേഹത്തോടെയുള്ള പ്രാർത്ഥന, അത് ദൈവം കേട്ടു. അത് തന്നെയാണ് താൻ തിരിച്ചുവരവിന് കാരണമായത്. കൈകൂപ്പിക്കൊണ്ട് എല്ലാവരോടും നന്ദി പറയുന്നൊരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. മാസ് ലുക്കിൽ തന്നെയായിരുന്നു മമ്മൂക്ക ഇവിടെ എത്തിച്ചേർന്നിരുന്നത്. മലയാള തനിമയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്, മുണ്ടും ഒരു ഷർട്ടും ധരിച്ചുകൊണ്ട്, കൂളിംഗ് ഗ്ലാസ്സൊക്കെ ധരിച്ച് പുഞ്ചിരി തൂകിയെത്തിയ മമ്മൂക്കയെ വലിയ വരവേൽപ്പോടുകൂടി തന്നെയായിരുന്നു ഇവിടെ സ്വീകരിച്ചത്. എന്തായാലും ഷൂട്ടിംഗ് ഈ ഒരു മേഖലയിൽ തുടരുകയാണ്. ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുമ്പോൾ 6 ദിവസമാണ് ഇവിടെ ഷൂട്ടിംഗ് നീണ്ടു നിൽക്കുക. 6 ദിവസം ഈ ഹൈദരാബാദിലെ ഈ മേഖലയും അതോടൊപ്പം തന്നെ മറ്റു ചില ഇടങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റ് എന്ന് പറയുന്ന ഈ സിനിമയുടെ ചിത്രീകരണം നടക്കുക. അതിനുശേഷം അദ്ദേഹം ശ്രീലങ്കയിലോട്ടും അതുപോലെ തന്നെ UK പോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരാൻ പോകുന്ന 6 ദിവസങ്ങൾ സിനിമയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തന്നെയാണ് ഇവിടെ ചിത്രീകരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, 17 വർഷത്തിന് ശേഷം മലയാളത്തിൻ്റെ പ്രിയ താരങ്ങളായിട്ടുള്ള മോഹൻലാലും മമ്മൂട്ടിയും സൂപ്പർ താരങ്ങൾ ഒന്നിക്കുന്ന ഒരു സിനിമ എന്ന പ്രത്യേകതയും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിനുണ്ട്. അതോടൊപ്പം തന്നെ സമീപകാലത്ത് മലയാള സിനിമയിൽ ഇറങ്ങാൻ പോകുന്നതിൽ ഏറ്റവും ചെലവേറിയ ഒരു സിനിമ എന്ന പ്രത്യേകത ഉൾപ്പെടെയുണ്ട്. മമ്മൂക്കയും ലാലേട്ടനെയും കൂടാതെ കുഞ്ചാക്കോ ബോബനുണ്ട്, നയൻതാരയുണ്ട്, ഫഹദ് ഫാസിൽ ഉൾപ്പെടെയുള്ള
വലിയ താരനിരയുണ്ട്. സ്വാഭാവികമായിട്ടും മലയാളികൾ കാത്തു നിൽക്കുന്ന ആ ഒരു സിനിമയ്ക്ക് വേണ്ടി വിഷുവിന് തന്നെ ഈ ഒരു സിനിമയുടെ റിലീസ് ഉണ്ടാകുമെന്നുള്ളതാണ് ആൻഡോ ജോസഫ് നമ്മളോട് വ്യക്തമാക്കിയത്. അദ്ദേഹത്തിൻ്റെ മുഖത്തൊക്കെ തന്നെ മമ്മൂക്ക എത്തിയ സമയത്ത് ആ ഒരു സന്തോഷം നമുക്ക് കാണാമായിരുന്നു. നമുക്കറിയാം മമ്മൂക്ക വിശ്രമ ജീവിതത്തിലായിരുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തിരുന്നത് ആൻഡോ ജോസഫ് ആയിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം തിരിച്ചു വരുന്നു എന്നുള്ള പ്രഖ്യാപനം ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടുന്ന ആളുകളിലുണ്ടാക്കിയ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കഴിഞ്ഞ ദിവസം ആ ഒരു ബ്രൗൺ കളർ ഷർട്ടും കൂളിംഗ് ഗ്ലാസും ധരിച്ച് ചെന്നൈ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ മമ്മൂക്കയുടെ ഒരു മുഖത്തുണ്ടായിരുന്ന സന്തോഷം മലയാളികൾ ഉൾപ്പെടെ നിറകണ്ണുകളോടെയാണ് കണ്ടിരുന്നത്. എന്തായാലും ഇന്ന് ആ ഒരു ആവേശം ഈ ക്യാമ്പിലും ഈ ഷൂട്ടിംഗ് സെറ്റിലും കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ഏകദേശം 8 മണി വരെ ഷൂട്ടിംഗ് നീണ്ടുപോകുമെന്നുള്ളതാണ് സംവിധായകനായിട്ടുള്ള മഹേഷ് നാരായണൻ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഒരു ഘട്ടത്തിൽ മമ്മൂക്കയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിശ്രമത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ സിനിമ പ്രതിസന്ധിയിലാകുമെന്ന രീതിയിലുള്ള അനാവശ്യ ചർച്ചകളൊക്കെ തന്നെ ഒരു ഭാഗത്തുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും തന്നെ തളർന്നു പോയിരുന്നില്ല. മമ്മൂക്ക തിരിച്ചു വരുമെന്ന തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മഹേഷ് നാരായണൻ നമ്മളോട് പറയുന്നത്. അതീവ സന്തോഷമാണ് അദ്ദേഹം തിരിച്ചെത്തിയതിൽ. അത് കേവലം തൻ്റെ സിനിമയിലെ ഒരു കഥാപാത്രം എന്ന നിലയില്ല, മറിച്ച് മലയാള സിനിമയുടെ അഭിമാന താരമായി നിൽക്കുന്ന മമ്മൂക്ക കലാലോകത്തേക്ക് തിരിച്ചെത്തുക എന്ന് പറയുന്നത് തങ്ങളെപ്പോലെയുള്ള കലാകാരന്മാരെ സംബന്ധിച്ച് വലിയ കാര്യമാണ് എന്നുള്ളതാണ് മഹേഷ് നാരായണൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് പങ്കുവെക്കുന്നത്. പ്രൊഡക്ഷൻ കൺട്രോൾ പോലെയുള്ള ആളുകൾ ഉൾപ്പെടെ അവരുടെ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെച്ചതാണ്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് മമ്മൂക്കയുടെ തിരിച്ചുവരവിനെ ഈ ആസ്വാദകർ കാണുന്നത്, പ്രേമികൾ കാണുന്നത്, കലാസ്വാദകർ കാണുന്നത്. ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഇവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ ബസ് ഭവനിലെ ചിത്രീകരണം 9 മണി വരെ തുടരും. അതിനുശേഷം വരും ദിവസങ്ങളും 2-3 ദിവസം ഇവിടെ ചിത്രീകരണം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ഏറെ സന്തോഷത്തോടെ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച, തനിക്ക് വേണ്ടി കാത്തിരുന്ന ആളുകളോട് നന്ദി പറയുന്ന ഒരു പ്രതികരണവും ഇന്ന് നമുക്ക് ലഭിച്ചു എന്നുള്ളത്. എന്തായാലും ഷൂട്ടിംഗ് ആ നിലയിൽ തന്നെ ബസ് ഭവനിൽ പുരോഗമിക്കുകയാണ്. റോഷ്നി.